പ്രിയപ്പെട്ട കുട്ടികളെ, പാർട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ് എന്ന നമ്മുടെ രണ്ടാമത്തെ അധ്യായത്തിലെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇത്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് മെത്തേഡിന്റെ ഒരു പ്രോബ്ലം ചെയ്യുന്ന വിധം നമുക്ക് കാണാം. അതുകൂടാതെ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സസൈസ് ക്വസ്റ്റ്യൻസ് കൂടി അവസാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ രണ്ട് ചോദ്യങ്ങളും കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് വളരെ ഭംഗിയായിട്ട് പഠിക്കാവുന്നതാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സമീർ ആൻഡ് യാസിൻ ആർ ടു പാർട്ട്നേഴ്സ്. Illustration: Zamir and Yasin are partners with capital of rupees 15 lakh and rupees 10 lakh respectively. They agree to share profits in the ratio of 3:2. Show how the following transaction will be recorded in the capital account of the partners in case capital are fluctuating. The books are closed on March 31st every year. There are some additional information also given for this question. ഈ ക്വസ്റ്റ്യനിൽ ഒരു അഡീഷണൽ ഇൻഫർമേഷൻസ് കൂടി തന്നിട്ടുണ്ട്. നമുക്കത് നോക്കാം. Additional capital introduced on July 1st, 2014. Zamir 3 lakh, Yasin 2 lakh. Interest on capital 5% for both partners. Drawings during the year 30,000 Zamir, 20,000 Yasin. Interest on drawings Zamir 1,800, Yasmin 1,200. Salary 20,000, that is only for Zamir, no salary for Yasmin. Commission 10,000 for Zamir and 7,000 for Yasmin. Share in loss for the year 2014-15, 60,000 and 40,000. സ്ഥാപനത്തിന് ഈ വർഷം നഷ്ടമാണുള്ളത്. 60,000 രൂപ സമീറിന്റെ നഷ്ടം, യാസ്മിൻ്റെത് 40,000. ഇതാണ് ചോദ്യം. ഇപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചു. നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട്. രണ്ട് പാർട്ട്നേഴ്സിനെയും ക്യാപിറ്റൽ അക്കൗണ്ട് വെവ്വേറെ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മള് ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത് സമീറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. സമീറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് കാണാം. ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. സാധാരണ അക്കൗണ്ട് ഫോർമാറ്റ്. ഹെഡിങ് സമീർസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും. സമീറിന്റെ ക്യാപിറ്റൽ 15 lakh ആണ്. അപ്പോൾ നമ്മളത് ഓപ്പണിംഗ് ആയിട്ട് എഴുതി വെക്കും. സമീർ ക്യാപിറ്റൽ ഓപ്പണിംഗ് ബാലൻസ് 15 lakh. ക്രെഡിറ്റ് സൈഡിൽ കാണാം April 1st ബാലൻസ് ബ്രോട്ട് ഡൗൺ 15 lakh. ഇനി അഡീഷണൽ ഇൻഫോർമേഷൻ, സമീറിന്റെ കോളത്തിലെ എമൗണ്ട് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ഐറ്റവും സമീറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എൻട്രി ചെയ്യണം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഐറ്റം നമ്മൾ കണ്ടിരുന്നു, ഫ്രഷ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്. ജൂലൈ 1-നാണ് സമീർ ഫ്രഷ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദാറ്റ് ഈസ് 3 lakh. ക്രെഡിറ്റ് സൈഡിലാണ് ജൂലൈ 1st, 2014 ബാങ്ക് ഫ്രഷ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്, ദാറ്റ് ഈസ് 3 lakh. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണാം 5%. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5% നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യണം. സമീറിന്റെ ഓപ്പണിംഗ് ക്യാപിറ്റൽ 15 lakh ആയിരുന്നു. അതിന്റെ 5% ഇൻട്രസ്റ്റ് ഒരു വർഷത്തേക്ക് എന്ന് പറയുന്നത് 75,000. 15 lakh into 5/100, that is 75,000. സമീർ കൊണ്ടുവന്ന അഡീഷണൽ ക്യാപിറ്റൽ 3 lakh ആണ്. അതിന്റെ ഇൻട്രസ്റ്റ് 5%. ജൂലൈ 1-നാണ് സമീർ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്. അപ്പം 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണ് കൂട്ടുക. അപ്പോൾ 3 lakh into 5/100 into 6/12, that is equal to 7,500. അങ്ങനെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ സമീറിൻ്റെത് 82,500. ആ എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ March 31st, 2015 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 82,500. നെക്സ്റ്റ് ഡ്രോയിങ്സ് കാണാം. ഡ്രോയിങ്സ് 30,000. ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ് 30,000. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണാം 1,800. ആ എമൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 1,800.
നെക്സ്റ്റ് സാലറി സമീറിന് കാണാം 20,000. സാലറി 20,000. കമ്മീഷൻ 10,000 കാണാം. കമ്മീഷൻ ക്രെഡിറ്റ് സൈഡിൽ 10,000. ഷെയർ ഇൻ ലോസ് ഫോർ ദ ഇയർ 2014-15 60,000 കാണാം. ലോസ് ഡെബിറ്റ് സൈഡിലാണ് വരിക. പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് 60,000. അക്കൗണ്ട് ടോട്ടൽ ചെയ്താൽ 19,12,500 വരും. സെയിം എമൗണ്ട് ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതും. വ്യത്യാസം 18,20,700. ദാറ്റ് ഈസ് എ ക്ലോസിംഗ് ക്യാപിറ്റൽ ബാലൻസ് ഓഫ് സമീർ. നമ്മൾ രണ്ടാമതായി പ്രിപ്പയർ ചെയ്യുന്നത് യാസിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. യാസിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അടുത്തത് യാസ്മിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. യാസ്മിന്റെ ഓപ്പണിംഗ് ക്യാപിറ്റൽ നോക്കാം. ഓപ്പണിംഗ് ക്യാപിറ്റൽ 10 lakh ആണ്. അപ്പം ഓപ്പണിംഗ് ബാലൻസ് 10 lakh നമ്മൾ എൻറ്റർ ചെയ്യും. യാസ്മിന്റെ അഡീഷണൽ ഇൻഫർമേഷൻസ് നോക്കാം. യാസ്മിന്റെ കോളത്തിലെ ഇൻഫർമേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2 lakh ആണ്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 2 lakh എഴുതും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5% കാണാം. അപ്പോൾ നമ്മൾ ഇവിടെയും യാസ്മിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഓപ്പണിംഗ് ക്യാപിറ്റൽ യാസ്മിൻ കൊണ്ടുവന്നത് 10 lakh. അതിന്റെ 5% റേറ്റ് 10 lakh into 5/100 ദാറ്റ് ഈസ് 50,000. അഡീഷണൽ ക്യാപിറ്റൽ യാസ്മിൻ കൊണ്ടുവന്നത് ജൂലൈ 1 2 lakh. 2 lakhന്റെ 5% ഫോർ 6 months. 2 lakh into 5/100 into 6/12 ദാറ്റ് ഈസ് ഈക്വൽ ടു 5,000. അങ്ങനെ ടോട്ടൽ 55,000 ആണ് യാസ്മിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 55,000 എൻറ്റർ ചെയ്യും. നെക്സ്റ്റ് ഡ്രോയിങ്സ് യാസ്മിൻ വിഡ്രോ ചെയ്തത് 20,000 ആണ്. ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ് 20,000. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 1,200 ആണ്. ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 1,200. സാലറി യാസ്മിന് സാലറി ഇല്ല. പിന്നെയുള്ളത് കമ്മീഷനാണ് 7,000. നെക്സ്റ്റ് കമ്മീഷൻ 7,000. ക്രെഡിറ്റ് സൈഡിൽ ഷെയർ ഇൻ ദ ലോസ് 40,000. അപ്പോൾ ഷെയർ ഓഫ് ലോസ് ഡെബിറ്റ് സൈഡിലാണ് 40,000. പിന്നെ അക്കൗണ്ട് ടോട്ടൽ ചെയ്താൽ 12,62,000. അതേ എമൗണ്ട് ഡെബിറ്റ് സൈഡിലേക്ക് എഴുതും. വ്യത്യാസം 12,800. ദാറ്റ് ഈസ് ബാലൻസ് ബ്രോട്ട് ഡൗൺ. ദാറ്റ് ഈസ് എ ക്ലോസിംഗ് ബാലൻസ് ഓഫ് സമീർസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് രണ്ടുപേരുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് വെവ്വേറെയാണ് ചെയ്തത്, സെപ്പറേറ്റ് ആയിട്ട്. അതിന് പകരം നമുക്ക് രണ്ടുപേരുടെ ക്യാപിറ്റൽ അക്കൗണ്ടും ഒന്നിച്ച് വർക്ക്ഔട്ട് ചെയ്യാം. കോളംനാർ ഫോമിൽ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ഒന്നിച്ച് രണ്ടുപേരുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് ഒന്നിച്ച് വർക്ക്ഔട്ട് ചെയ്യാം. അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്ന വിധം ഇവിടെ കാണാം. ഇങ്ങനെ ചെയ്യുന്നത് എക്സാമിനേഷന് ടൈം സേവ് ചെയ്യുന്നതിന് സഹായിക്കും. കാരണം വെവ്വേറെ ക്യാപിറ്റൽ അക്കൗണ്ട് വരക്കേണ്ടതില്ല, എൻട്രി ഒന്നിച്ച് നടത്താൻ വേണ്ടി പറ്റും. ഉദാഹരണത്തിന് ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് എഴുതുമ്പോൾ രണ്ടുപേരുടെയും ഓപ്പണിംഗ് ബാലൻസ് എഴുതുക. അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എഴുതുമ്പോൾ രണ്ടുപേരുടെയും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എഴുതുക. അതേപോലെ സാലറി എഴുതുമ്പോൾ രണ്ടുപേർക്ക് സാലറി ഉണ്ടെങ്കിൽ അത് എഴുതാം, കമ്മീഷൻ ഉണ്ടെങ്കിൽ എഴുതാം. ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് റെക്കോർഡ് ചെയ്ത് അവസാനം ഇത് നമുക്ക് വെവ്വേറെ ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ കോളങ്ങൾ തമ്മിൽ വ്യത്യാസം വരാൻ വേണ്ടി പാടില്ല. ഒരു പാർട്ണറുടെ കോളത്തിലെ കൂടുതലിന്റെ ഭാഗം കൂട്ടി ഇപ്പുറത്ത് അടുത്ത സൈഡിലേക്ക് എഴുതി ബാലൻസ് കണ്ടുപിടിക്കാം. അങ്ങനെ രണ്ട് പാർട്ട്നേഴ്സിന്റെയും ക്യാപിറ്റൽ ബാലൻസ് കാണാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് പ്രോബ്ലം ചെയ്തതിന്റെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിപ്പം ഒരു പ്രോബ്ലം ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു പ്രോബ്ലത്തിലൂടെ പോവാം. ആ പ്രോബ്ലം നമുക്ക് നോക്കാം. Anupa and Kajal are partners of a firm sharing profit and losses in the ratio of 2:1. Their capital were rupees 90,000 and rupees 60,000. The profit during the year were rupees 45,000. According to partnership deed, both partners are allowed salary rupees 700 per month
to Anuba and rupees 500 per month to Kajal. Interest allowed on capital at 5% per annum. The drawings at the end of the period were rupees 8,500 for Anuba and rupees 6,500 for Kajal. Interest is to be charged on drawings. Anuba rupees 850, for Kajal rupees 650. Prepare partner's capital account assuming that the capital account are fluctuating. സ്വന്തമായിട്ട് ഈ പ്രോബ്ലം നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. പ്രോബ്ലം വർക്കൗട്ട് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ആൻസർ ശരിയാണോ എന്ന് ഇവിടെ കാണുന്ന ആൻസർ വെച്ച് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. ഈ ചെയ്യുന്ന വീഡിയോ ഒന്ന് കാണാം. Opening balance, that is balance brought down. Anuba 90,000, Kajal 60,000. Salary Anuba 700 per month ആണ്, 700 into 12. Kajal 500 into 12. That is Anuba 8,400, Kajal 6,000. Interest on capital Anuba capital is 90,000 into 5%, 5 by 100. Kajal capital 60,000 into 5 by 100. That is equal to Anuba's 4,500, Kajal 3,000. Next, profit share, that is profit and loss appropriation account. ടോട്ടൽ പ്രോഫിറ്റ് 45,000 ആയിരുന്നു. അത് 2:1 എന്ന റേഷ്യോയിലാണ് വീതിക്കുന്നത്. അനൂപയ്ക്ക് 45,000 ഇൻറ്റു 2/3, കാജലിന് 45,000 ഇൻറ്റു 1/3. ദാറ്റ് ഈസ് ഈക്വൽ ടു 45,000-ൻ്റെ 3/2 എന്ന് പറയുന്നത് 30,000. 45,000-ൻ്റെ 3/1 എന്ന് പറയുന്നത് 15,000. ഇനി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മറ്റൊരു കാര്യം ഡ്രോയിങ്സ് ആണ്. ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ് അനൂപയുടേത് 8,500, കാജലിൻ്റെത് 6,500. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് അനൂപാസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 850, കാജലിൻ്റെത് 650. ഇത്രയായി കഴിഞ്ഞാൽ എൻട്രി കഴിഞ്ഞു. നമുക്ക് ബാലൻസ് ചെയ്യാൻ നോക്കാം. അടിയിൽ വരഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതലുള്ള ഭാഗം ആഡ് ചെയ്ത് ടോട്ടൽ എഴുതും. ഇവിടെ കൂടുതലുള്ള ഭാഗം ക്രെഡിറ്റ് സൈഡാണ്. അനൂപയുടെ ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് 1,32,000. കാജലിൻ്റെ ക്രെഡിറ്റ് സൈഡിലുള്ള എമൗണ്ട് ടോട്ടൽ 84,000. സെയിം എമൗണ്ട് ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതും. 1,32,000, 84,000. വ്യത്യാസം കാണും. ദാറ്റ് ഈസ് ബാലൻസ് ക്യാരി ഡൗൺ. ഡെബിറ്റ് സൈഡിൽ ആ എമൗണ്ട് അനൂപയുടെ എമൗണ്ട് വരുന്നത് 1,22,650.
കാജലിന്റെ എമൗണ്ട് വരുന്നത് 86,750. ഇങ്ങനെയാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ നമ്മൾ ഈ വീഡിയോയിലൂടെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഒരു മെത്തേഡ് പഠിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത മെത്തേഡിലേക്ക് പോകാം. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഇതിന്റെ അടുത്ത മെത്തേഡ് പഠിക്കാം. താങ്ക് യു.